നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല എളുപ്പത്തിൽ വെറും 3 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ തേങ്ങ മുറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ പിറകുവശത്ത് കാണുന്ന ആ ഒരു ബ്രൗൺ കളറുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മുറിച്ച് മാറ്റണം കേട്ടോ. എന്നാൽ മാത്രമേ പുഡിംഗ് നല്ല കറക്റ്റായിട്ട് നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് സെർവ് ചെയ്യുന്ന ശരിക്കുള്ള കോക്കനട്ട് പുഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആദ്യം നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ, അതായിരിക്കും കൂടുതൽ എളുപ്പം. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഏകദേശം 1.25 കപ്പ് വെള്ളമാണ്. 250 ml കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. നമ്മൾ തേങ്ങാപ്പാലാണ് തയ്യാറാക്കി എടുക്കുന്നത്. എന്നിട്ട് നമ്മളിതുപോലെ കൈകൊണ്ട് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്ത് തേങ്ങയുടെ പാല് മൊത്തമായിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോറാണ്. അപ്പോൾ കോൺഫ്ലോർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3.5 ടേബിൾ സ്പൂണിനടുത്താണ്. 4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടില്ല, ഒരു 3.5 ടേബിൾ സ്പൂൺ. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ നിന്ന് ഇതുപോലെ 2 തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ കൊണ്ട് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ ഇത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കോൺഫ്ലോർ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ മിക്സ് ആദ്യം ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഒത്തിരി കൂടുതൽ മധുരമില്ല. ഞാനിപ്പോൾ 1/4 കപ്പ് അളവിലാണ് പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് പഞ്ചസാര അലിഞ്ഞ് വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മുടെ തേങ്ങാപ്പാലും ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലതുപോലെ കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. മധുരം ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഉപ്പ് ചേർക്കാം. അപ്പോൾ അത് വേണ്ടാന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നല്ലതുപോലെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ല ക്രീമി ആയിട്ട് നല്ല ക്രീം പോലെ കണ്ടില്ലേ, ഈ ഒരു പാകത്തിൽ നമ്മുടെ തവിയിൽ നിന്ന് ഇതുപോലെ വീണ് വരുന്ന ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇഷ്ടമുള്ള ഒരു കണ്ടെയ്നറിനകത്തോട്ടേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇത് ഞാൻ ഗ്ലാസ് കണ്ടെയ്നറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് ഒരു 2 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് പാത്രത്തിലോട്ടൊക്കെ ഇനി വിട്ട് കൊടുത്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ചൂടോടെ കഴിക്കാൻ ചെറു ചൂടോടുകൂടി കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല തണുപ്പിച്ച് കഴിക്കാനാണെങ്കിൽ ഇതുപോലെ ശരിക്കും നമ്മുടെ ഒരു ജെല്ലി പുഡിംഗ് പോലെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ തേങ്ങയുടെ ആ ഒരു ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ ഉപയോഗിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.